നമസ്കാരം. സിനിമയെ വെല്ലുന്ന ഒന്നാന്തരം ഹൈടെക് തട്ടിപ്പാണ് കഴിഞ്ഞ ദിവസം ദുബായിൽ അരങ്ങേറിയത്. ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല, വിപണിയിൽ സ്വർണത്തേക്കാൾ വിലമതിക്കുന്ന ഊത് തന്നെ. ഒരു പ്രമുഖ വ്യാപാരിയുടെ പക്കൽ നിന്ന് 1.2 കോടി ദിർഹം, അതായത് ഏകദേശം 27.6 കോടി രൂപ വില വരുന്ന ആഡംബര ഊതാണ് അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘം അടിച്ചെടുത്തത്. ദുബായ് സന്ദർശിക്കാനെത്തിയ ഒരു പ്രമുഖ രാജകുമാരിക്ക് കൊട്ടാരത്തിലേക്ക് ഉയർന്ന ഗുണനിലവാരമുള്ള ഊത് വേണമെന്ന വ്യാജ സന്ദേശവുമായാണ് സംഘത്തിലെ 2 പേർ വ്യാപാരിയെ സമീപിക്കുന്നത്. കോടികളുടെ ബിസിനസ് ഉറപ്പിച്ച വ്യാപാരി തൻ്റെ പക്കലുള്ള ഏറ്റവും മികച്ച ഊത് ശേഖരവുമായി അവർ പറഞ്ഞ വില്ലയിലെത്തി. സംഭവം ഒറിജിനലാണെന്ന് വരുത്തി തീർക്കാൻ വില്ലയ്ക്ക് മുന്നിൽ സായുധരായ സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ, അകത്ത് വിഭവസമൃദ്ധമായ വിരുന്ന്, വലിയ സ്വീകരണ മുറികൾ, അങ്ങനെ എല്ലാ ആഡംബരങ്ങളും പ്രതികൾ ഒരുക്കിയിരുന്നു. വ്യാപാരി എത്തിയതിന് പിന്നാലെ രാജകീയ പ്രൗഢിയോടെ ഒരു സ്ത്രീ അവിടെ എത്തി. താൻ രാജകുമാരിയാണെന്ന് വിശ്വസിപ്പിച്ച് ഇവർ ഇടപാടുകൾ ഉറപ്പിച്ചു. രാജകുമാരിയുടെ പദവിക്ക് അനുയോജ്യമായ മറ്റ് ബാഗുകളിലേക്ക് ഊത് മാറ്റണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് വ്യാപാരി തന്നെ ഈ സാധനങ്ങൾ പുതിയ ബാഗുകളിലാക്കി. എന്നാൽ രാജകുമാരി മടങ്ങിയതിന് പിന്നാലെ ബാക്കി നടപടികൾ നാളെയാകാമെന്ന് പറഞ്ഞ് ഊത് വീണ്ടും വ്യാപാരിയുടെ പഴയ ബാഗുകളിലേക്ക് തന്നെ മാറ്റാൻ പ്രതികൾ തന്ത്രപൂർവ്വം സമയം കണ്ടെത്തി. വ്യാപാരിയുടെ കണ്ണൊന്ന് തെറ്റിയ ആ ചെറിയ സമയത്തിനുള്ളിലാണ് കോടികൾ വില വരുന്ന ഒറിജിനൽ ഊത് മാറ്റി അവർ സാധാരണ മരക്കഷ്ണങ്ങൾ ബാഗിൽ നിറച്ചത്. അടുത്ത ദിവസം രാവിലെ വ്യാപാരി വിളിച്ചപ്പോൾ പ്രതികളുടെ ഫോണുകളെല്ലാം ഓഫായിരുന്നു. സംശയം തോന്നി ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടതായും പെട്ടിക്കുള്ളിലുള്ളത് വെറും പാഴ്മര കഷ്ണങ്ങളാണെന്നും ഇയാൾ തിരിച്ചറിഞ്ഞത്. എന്നാൽ ദുബായ് പോലീസിന് പരാതി നൽകി. പരാതി കിട്ടി വെറും 12 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളുടെ താവളം വളഞ്ഞ് 4 പേരെ ഉടൻ തന്നെ ദുബായ് പോലീസ് പൂട്ടി. ഉടൻ ദുബായ് പോലീസ് തങ്ങളുടെ അത്യാധുനിക നിരീക്ഷണ ക്യാമറ നെറ്റ്വർക്കുകളും AI സാങ്കേതികവിദ്യയും സജീവമാക്കി. ഒളിത്താവളം കൃത്യമായി കണ്ടെത്തി മിന്നൽ പരിശോധനയിലൂടെ 12 മണിക്കൂറിനകം 4 പ്രതികളെ പോലീസ് വലയിലാക്കി. ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന 27 കോടിയുടെ ഊതും സുരക്ഷിതമായി വീണ്ടെടുത്തു. എന്നാൽ വ്യാജ രാജകുമാരിയായി അഭിനയിച്ച സ്ത്രീ ഉൾപ്പെടെ ബാക്കി 4 പേർ കുറ്റകൃത്യം നടന്ന ഉടൻ തന്നെ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു. ഇവരെ പിടികൂടാൻ ഇന്റർപോൾ മുഖേന റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും അതിബുദ്ധി കാണിച്ച് കോടികൾ തട്ടാൻ നോക്കി അന്താരാഷ്ട്ര സംഘത്തെ മണിക്കൂറുകൾക്കകം പൊക്കി ദുബായ് പോലീസ് ഒരിക്കൽ കൂടി തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. വെബ് ഡെസ്ക് തത്തുമൈ TV.